കാലിലൊട്ടും വയ്യോട്ടോ. അപ്പൊ ഇത് ബൈക്ക് അവിടെ വള്ളക്കട കൊണ്ട് വെച്ചിട്ട് എനിക്ക് ബസ് കയറി പോയിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ. ഇപ്പൊ പോണില്ല, ഇനി ഇതേ ഉള്ള ഗൈസ്. ഇപ്പോ ഗവിക്ക് പോകുന്ന ബസ്സിന്റെ ഉള്ളിലാട്ടോ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഉള്ളത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇവിടെ ബൈക്ക് ഇവിടെ വെച്ചു, ലഗേജൊക്കെ നമ്മൾ അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റിലാണ് വെച്ചേക്കണേ. പിന്നെ നേരെ ഇനി ഉള്ളിലേക്ക് പോകാം കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ടൈഗർ റിസർവിൻ്റെ ബസ്സിലാണ് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. ഗൈസ്, പെരിയാർ ടൈഗർ റിസർവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്, എൻട്രി നമ്മൾ ടിക്കറ്റ് 45, പിന്നെ ബസ്സിലാണ്, അവിടുത്തെ ബസ്സിലാണ് നമ്മളിവിടെ നിന്നൊരു 2-2.5 കിലോമീറ്ററോളം ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കേണ്ടത്, അവരെ കൊണ്ട് വരുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഫീസും കൂടെ 30 രൂപയായിട്ട്, അങ്ങനെ 75 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ഫീസ്, ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ 255 രൂപയാണ് ഒരാൾക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഈ പെരിയാറിലൂടെ ബോട്ടിങ് ചെയ്യാം. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ബോട്ടിങ്ങൊന്നും ചെയ്യുന്നില്ല, നല്ല വെയിലുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നു, അങ്ങനെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇതാണ് കേട്ടോ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിങ്ങിന് പോകേണ്ടതാ ഇതുവഴി നേരെ. എങ്ങനെയാണ് ബോട്ടിങ്ങിന് പോകുന്നത്? ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് താഴെ. ഇതിൻ്റെ അക്കരെ അപ്പുറത്തെ സൈഡ് ഫുള്ള് കാടാണ്. അവിടെയാണ് മൃഗങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ. ആനയും കാട്ടുപോത്തും മാനും കടുവയും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പത്തനംതിട്ടയാ? പത്തനംതിട്ട എവിടെ? മല്ലശ്ശേരി. ഏത് റൂട്ടാണ്? കോന്നി. ഓക്കെ. ഗൈസ്, നമ്മുടെ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലോഡൊന്നും അല്ല. പിന്നെ ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ സ്റ്റേ ബുക്ക് ചെയ്യുന്നവർക്ക് അലോഡാണ്. ഇപ്പോൾ ബൈക്കിനായാലും നമുക്ക് കാറിനായാലും ഒക്കെ വരാൻ പറ്റും. പിന്നെ KTDCയുടെ സ്റ്റേ റൂംസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കാടിൻ്റെ ഉള്ളിൽ, അതായത് ബോട്ടിങ്ങിന് പോയിട്ട് കാടിൻ്റെ ഉള്ളിൽ KTDCയുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റേ എടുക്കാം. നല്ല എക്സ്പെൻസീവാണ്. പിന്നെ അതുപോലെ തന്നെ ട്രക്കിങ്ങും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ ട്രക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കയറ് കിട്ടിയിട്ടുണ്ട്. അപ്പം ചെങ്ങാടത്തിൽ ഇവിടെ നിന്ന് അപ്പുറം കടന്നിട്ട് അവിടെ നിന്ന് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ് അല്ലേ. ഇവിടെ ബോട്ടിങ്ങിന് പോകുമ്പോഴായാലും ട്രക്കിങ്ങിന് പോകുമ്പോഴായാലും മൃഗങ്ങളൊക്കെ കാണുന്നത്, പ്രത്യേകിച്ച് കടുവയൊക്കെ കാണുന്നത് വളരെ വളരെ റെയറാണെന്നാണ് പറയുന്നത്. ലക്കുണ്ടായി കാണാം. പിന്നെ ആന, കാട്ടുപോത്ത്, മ്ലാവൊക്കെ കോമൺ ആണ്. അതൊക്കെ എല്ലാ സ്ഥലത്തും ഇതുപോലെ കാടിനകത്തൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്നതാണ്. നമ്മൾ മറയൂരൊക്കെ പോയപ്പോൾ കാട്ടുപോത്തിനെ, മാനിനെ കണ്ടില്ലേ, അതുപോലെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുമ്പോഴും. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ബോട്ടിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. വലിയ ചൂടില്ലാത്ത സമയത്ത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കധികം ചൂടില്ലാതെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാം. ഗൈസ്, ബോട്ടിങ്ങിന് അങ്ങനെ എപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല. ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ടൈം സ്ലോട്ടുകളുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇനി
അടുത്ത ബോട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത ബോട്ടിൻ്റെ ടൈമിങ് വരെ അടുത്ത ആൾക്കാരെ വെയിറ്റ് ചെയ്യണം, ബോട്ടിങ്ങിനുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്യണം. കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാറാണ് പതിവ്. അത് രാവിലെ 7-7:30 മണി ആ ഒരു സമയത്തിനാണെങ്കിൽ ഫസ്റ്റ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് ചായ വേണ്ടപ്പാ. ഇവിടെയാണ് നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങിയത്. അടുത്ത് റിട്ടേൺ ആയിട്ട് പോകാനുള്ളത് ബസ് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കയറി പോവാം. അപ്പോൾ പെരിയാറിലെ കാഴ്ചകളൊക്കെ കണ്ടു. ബോട്ടിങ്ങിനൊന്നും ഇപ്പോൾ പോകുന്നില്ല, ടൈം ഒരുപാട് എടുക്കും. മാത്രമല്ല വെയിലാണ്. ചാൻസിലേ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ബോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്ന് വെച്ചിട്ട് പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ അതിരാവിലെ 7:30 സ്ലോട്ടിൽ വരണം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്ലോട്ടിൽ പോകണം. ഈ ഉച്ച സമയത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കടുവകളെ നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഈ അഡ്വഞ്ചർ ക്യാമ്പിങ്ങും ട്രക്കിങ്ങും. കടുവകളുള്ള സ്പോട്ടിലേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കണ്ടില്ലേ, ഒരാൾക്ക് 6000 രൂപയാണ് ചാർജ് വരുന്നത്. ഒരു നൈറ്റും 2 ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ. പിന്നെ 2 നൈറ്റും 3 ദിവസത്തെ പ്രോഗ്രാമും ഉണ്ട്. അതിന് 8400 രൂപയാണ്. എൻട്രൻസിൽ നിന്നും രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നൈറ്റിൽ സ്റ്റേ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാട്ടിനകത്തുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്, ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. കടുവകളെ കാണാൻ പറ്റുക എന്നുള്ളത് ലക്കാണ്. പക്ഷേ ഇത് മാത്രമല്ല ഗൈസ്, ജംഗിൾ സഫാരി ക്യാമ്പിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് പാക്കേജസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ആരെങ്കിലും തേക്കടി പോകാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കി വെച്ചേക്കുക, യൂസ്ഫുൾ ആയിരിക്കും. ബോട്ടിങ്ങിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. സോ ഞാൻ എന്തായാലും തിരിച്ച് ബസ് കയറി തിരിച്ച് എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് വലിയൊരു മ്ലാവിനെ എനിക്ക് കാണാൻ പറ്റി. ആൾക്ക് കാലിന് എന്തോ പരിക്കും കൂടെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പെരിയാറിൽ വന്നിട്ട് ആദ്യം കാണുന്ന മൃഗം കേട്ടോ. ലക്കിന് കിട്ടുന്ന ഇതൊക്കെ നല്ല വലിയ മ്ലാവ്. അതെയല്ലേ, ആണല്ലേ. ഇതിന് വലിയ ശല്യമൊന്നുമില്ല. അത് കാല് വയ്യല്ലോ കേട്ടോ. ഇടത് കാലിൻ്റെ കുളം മ്ലാവന്നെ. നല്ല കാലിനൊട്ടും വയ്യ കേട്ടോ. അതിവര് ശ്രദ്ധിക്കില്ലേ? അങ്ങനെ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി ഗവിയിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഗവി റൂട്ടിലാണ്. വണ്ടിപ്പെരിയാർ എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഗവി റൂട്ടാണ്. ഇതുവഴിയാണ് സത്രം വ്യൂ പോയിന്റിലേക്കൊക്കെ പോകുന്ന വഴി ഇത് തന്നെയാണ്. ഇനി അടുത്ത പരിപാടി ഗവിയിലേക്കുള്ള യാത്രയാണ് ഗൈസ്. ുള്ള 2 മണിക്കാ? എവിടെ നിന്നാണ് 2 മണിക്ക്? ഇതിലോ? അപ്പോൾ നമുക്ക് ബൈക്ക് എവിടെ വരെ പോകാൻ പറ്റും? ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 7 മണി. അതുവരെ പോകാമല്ലേ? കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിന്ന് 1 മണിക്കൂറിൽ ഗവി എത്തുമോ? അവിടെ നിന്ന് 1 മണിക്കൂറിൽ ഗവി എത്തുമോ? ബസ്സിന് പോയാ? ഓക്കെ. എന്നുവെച്ചാൽ അവിടെ നിന്ന് ഗവിയിൽ നിന്ന് ലാസ്റ്റ് ബസ് എപ്പോഴാട്ടോ പറഞ്ഞത്? 6 മണിക്ക് അവിടെ ഇതിലെ പാസ് ചെയ്യും. അപ്പോൾ ഇത് ബൈക്ക് അവിടെ വള്ളക്കട കൊണ്ട് വെച്ചിട്ട് എനിക്ക് ബസ് കയറി പോയിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലേ? ഇപ്പം പോകണില്ല, ഇനി ഇതേ ഉള്ള. അയ്യോ, സമയമെടുക്കും. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഫ്രണ്ടിൽ കയറാം. കുഴപ്പമില്ല, ഞാൻ ഫ്രണ്ടിൽ കയറാം. ഗൈസിന് 7 കിലോമീറ്റർ ഉണ്ട് ഗവിയിലേക്കുള്ള വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലേക്ക്. അതിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് വണ്ടി വെച്ചിട്ട് ഇറങ്ങി ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ബസ്സിൽ തന്നെ എനിക്ക് ഗവിയിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ട ഞാൻ പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണി ആവാറായിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് ഒരു ബസ്സും കൂടെ ഉണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക്, അതായത് ഗവിയിലൂടെ പത്തനംതിട്ടയ്ക്ക്. പക്ഷേ എനിക്ക് ഈ ബസ്സിന് പോയാൽ മാത്രമേ എനിക്ക് ഗവിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ പറ്റുള്ളൂ.
സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് ബസ്. എനിക്ക് ഈ ബസ് പിടിച്ചേ പറ്റുള്ളൂ. ഗവിയിലേക്കുള്ള റൂട്ടിൽ ബൈക്ക് അലൗഡ് അല്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ബൈക്കിന് തന്നെ പോയിട്ട് തിരിച്ച് വന്നാൽ മതിയായിരുന്നു. കാടിനകത്ത് താമസിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്ക് മാത്രമേ ബൈക്കിന് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും KSRTC ബസ്സുമാണ് ഈ റൂട്ടിൽ ഇവിടെ നിന്നും ഗവിയിലേക്ക് പോകുന്നത്. ഗൈസ് ഇപ്പോൾ ഗവിക്ക് പോകുന്ന ബസ്സിൻ്റെ ഉള്ളിലാട്ടോ. വഴിക്ക് വെച്ച് നമ്മൾ ബസ് കണ്ടു. അപ്പം ഞാൻ നേരെ ഓടി ഫ്രണ്ടിൽ കയറിയിട്ട് അങ്ങനെ ബസ്സിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഗവിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് തീരെ വീതി കുറഞ്ഞ റോഡാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇത് 1 വേ ആണ്. അതായത് പത്തനംതിട്ടയിൽ വരുന്ന വണ്ടികളെല്ലാം ആങ്ങമൊഴി ചെക്ക് പോസ്റ്റ് വഴി ഗവിയിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ക്രോസ് ചെയ്ത് വണ്ടിപ്പെരിയാർ റൂട്ടിലാണ് പോകേണ്ടത്. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ റൂട്ടിൽ KSRTC ബസ്സും ഫോറസ്റ്റിൻ്റെ വണ്ടികളും പിന്നെ കാടിനകത്ത് താമസിക്കുന്ന മനുഷ്യരുടെ വണ്ടികളും മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ തന്നെ സൈഡ് കൊടുക്കാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും 18 കിലോമീറ്റർ ദൂരമുണ്ട് ഗവിയിലേക്ക്. ഞാനിപ്പോൾ ഗവിയിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും വള്ളക്കടവ് വരാനുള്ള പ്ലാനാണ്. വള്ളക്കടവിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഗവിയിലേക്ക് എത്താം ഗൈസ്. ഗൈസ് ഇപ്പോൾ ഗവിയിലാണ് കേട്ടോ ഉള്ളത്. ഗവി ബസ് സ്റ്റോപ്പും ഡാമും പരിസരവും എല്ലാം ഇത് തന്നെയാണ് കേട്ടോ. ഗവിയിലാണ് ഇപ്പോൾ വന്നിറങ്ങിയത്. അതായത് വണ്ടിപ്പെരിയാറിൽ നിന്നും ഗവി വരെ 28 കിലോമീറ്ററാണ്. ഞാൻ ആ റൂട്ടിൽ ബൈക്കിൽ വന്നിട്ട് ചെക്ക് പോസ്റ്റിന് മുന്നേ ആയിട്ട് ബസ്സിൽ കയറി അവസാനം എന്താ ഇപ്പോൾ ഗവി എത്തി. ഇതാണ് ഗവിയുടെ ബസ് സ്റ്റോപ്പ്. ഗവി ഡാമല്ല ഇത് തന്നെയാണ്. ഞാനിപ്പോൾ വന്നിറങ്ങിയത് 28 കിലോമീറ്റർ പോലും ഇല്ല, 20 കിലോമീറ്റർ പോലും ഇല്ലായിരുന്നു ഡിസ്റ്റൻസ്. ടിക്കറ്റിന് 40 രൂപയാണ് ഗവി വരെ. അപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് പത്തനംതിട്ട റൂട്ടിൽ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എത്തണമെങ്കിൽ തന്നെ 2.5 മണിക്കൂർ ഇവിടെ നിന്ന് വേണം. ഗവിയിൽ നിന്ന് ആങ്ങമൊഴി 2.5 മണിക്കൂറാണ്. കാരണം അവിടെ പോയിട്ട് എനിക്ക് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് വരാൻ പറ്റില്ല, നാളെ വരാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പ്ലാൻ മാറ്റിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ആങ്ങമൊഴി പോയിട്ട് തിരിച്ച് നാളെ തിരിച്ച് വരും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ റൂട്ടിനെ പോവും. വന്ന വഴിക്ക് ആനയൊക്കെ കണ്ടു എന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നവർ പറഞ്ഞത്. കണ്ടില്ല, ഇതാണ് ഗവി ഡാം. ഗവി ഡാമിൻ്റെ റിസർവോയറിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ട്, വെയിലും ഉണ്ട് കേട്ടോ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂംസൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. അതായത് പെർ ഹെഡ് ഏറ്റവും റേറ്റ് കുറവുള്ള റൂമിന് പോലും 3540 ഒരു ദിവസത്തേക്ക്, ഇൻക്ലൂഡിങ് 3 ദിവസത്തെ ഫുഡ് അടക്കം ഒരാൾക്ക്. അതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ പാക്കേജ്. പിന്നെ പല പാക്കേജസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഗവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഉള്ളിലൊന്നും നമുക്കങ്ങനെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കണ്ടില്ലേ, നമ്മൾ സ്പൈസ് ഗാർഡനിൽ കണ്ട സെയിം ഒരു പൂക്കളുടെ ഒരു പന്തലാണ് കേട്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ പെർമിഷൻ ചോദിച്ചു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയത്. അല്ലാതെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് ബുക്ക് ചെയ്തവർക്കുള്ള. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടുത്തെ. ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ വന്ന് നമ്മൾ താഴെ എത്തി ഗൈസ്. കണ്ടില്ലേ, ഡാമിൻ്റെ റിസർവോയറിൻ്റെ ലേക്കിൻ്റെ മുന്നിൽ. ഇപ്പോൾ ഇവർ രണ്ടുപേര് ബോട്ടിങ്ങിന് പോകുന്നുണ്ട്.
ചേട്ടന്മാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ നിന്ന് നേരെ പോകുന്നത് വാട്ടർഫോൾസിലേക്കാണ്. അവിടെ വാട്ടർഫോളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പോയിട്ട് വരാനാണെങ്കിൽ 1 മണിക്കൂറാവും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇങ്ങനെ സ്ലോപ്പിൽ കിടക്കുന്നതാണ്. 7 മീറ്ററാണ് ഇവിടുത്തെ ആഴമൊക്കെ. അതുകൊണ്ട് ഇവിടെ കുളിക്കാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല. പിന്നെ വാട്ടർഫോൾസിൻ്റെ സൈഡിലൊക്കെ കുളിക്കാനൊക്കെ അലൗഡാണ്. അതിവിടെ ബുക്ക് ചെയ്യുന്ന ഗസ്റ്റുകൾക്ക് ഇതുപോലെ ബോട്ടിങ്ങിന് പോയിട്ട് അവിടെ വാട്ടർഫോൾസിൻ്റെ അവിടെയൊക്കെ കുളിച്ചിട്ടൊക്കെ തിരിച്ചു വരാം. കൂട്ടത്തിൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസും തന്നെയായിരിക്കും. ഇനിയിപ്പോൾ മഞ്ഞും തണുപ്പൊന്നും ഇല്ല. ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും മഞ്ഞെന്ന് പറയുന്ന സാധനമില്ല. മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അവിടെ ഫുൾ കോടമഞ്ഞൊക്കെ ആയിരിക്കും ഇവിടെ, മഴയൊക്കെ പെയ്തിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ. ഇനി എന്തായാലും 5 മണിക്ക് എനിക്ക് തിരിച്ചുള്ള വണ്ടിയുള്ളൂ, ബസ്സുള്ളൂ. ഇപ്പോൾ 3:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗൈസ്, ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഗവിയിൽ നിന്നും തിരിച്ചു പോയാൽ നിന്ന് എനിക്ക് അപ്രതീക്ഷിതമായ കുറച്ച് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. കാടിനുള്ളിൽ പരിക്ക് പറ്റി കിടന്ന പശുവിനെ ഞങ്ങൾ കുറച്ചുപേരെ ചേർന്ന് രക്ഷിച്ച് ഫോറസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന കാഴ്ചയും തുടർന്നുണ്ടായ സംഭവങ്ങളാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.